Hi guys, good morning. This is Abdul Razak from Malawi, Southern Africa. I'm a cook for Mr. Prijesh and his family. Today we are going to make samba. So we have these ingredients. This is a small onion, as you can see, and അപ്പം ഇന്ന് എൻ്റെ കുക്ക് അബ്ദുൾ റസാഖാണ് സാമ്പാർ വെക്കുന്നത്. അപ്പം ഞാനും അടുത്ത് നിൽക്കും. അപ്പം എന്തായാലും അവന് നല്ലോണം സാമ്പാറൊക്കെ വെക്കാൻ അറിയാം കേട്ടോ. അപ്പം ഈ ഒരു സാമ്പാർ അധികം വെക്കാറില്ല. നമ്മളെപ്പോഴും നോർമൽ സാമ്പാർ വെക്കുന്ന പോലെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ അവൻ അടിപൊളിയായിട്ട് വെക്കും. പക്ഷേങ്കിൽ ഉള്ളി സാമ്പാർ, അതായത് ചെറിയുള്ളി സാമ്പാർ ആണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പം ഞാനും ഇവിടെ നിന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ. അപ്പം ഈസി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിന്റെ സാമ്പാറാണ്. അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി ഇവിടെ സീസൺ ആയിട്ട് ഇപ്പൊ കുറേ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നല്ല ദോശയും ചെറിയ ഉള്ളിന്റെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും കാണിച്ചു തരാന്ന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. And this is the samba powder, which is bought from India. It's a good tasty. Okay. I'm going to clean this one for two or three times. As you can see, this is too hot. After that, we're going to add some small water. According to samba, how much you want to make. Now I'm going to add some onion, this small onion, like this. Then 2-3 garlic. This is 4 pieces of garlic. I'm going also to add it. Then I'm going to add some green chili, 2 green chili. Like this. And I'm going to add also some tomato, like this. So after adding this things, we're going to whistle it for 3 whistles only, then off it. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 വിസിലും കൂടി വന്ന ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മളുടെ കുക്കർ വന്നിട്ട് 3 വിസിലായി. അപ്പം ഞാനത് പ്രഷർ പോണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വഴറ്റൽ പരിപാടികളുണ്ട്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫസ്റ്റ് കടുക്, ഉലുവ, പിന്നെ കായം, LG കായാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കറി ലീഫ്, വറ്റൽമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. Now I'm going to put some small oil into the pan. Now I'm going to add fenugreek, mustard and hing together. After that, I add some curry leaves. Then I add some dry chili. After that, I add some garlic. Then some onion. After that, I add some tomato. Then I saute it. ഇതൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ലോണം സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വഴറ്റി ഇതൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആവണം. അത് വരെ ഒന്ന് വഴറ്റുക.
അപ്പം ഇതൊക്കെ നല്ലോണം ഒന്ന് കുക്കായിട്ട് നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്യാം. സാമ്പാർ പൊടി ഒരു 5 ടീസ്പൂൺസ് അല്ലെങ്കിൽ 5 ടീസ്പൂൺസ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഞാനിപ്പം 5 ടീസ്പൂൺസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 5 ടീസ്പൂൺ സാമ്പാർ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാത്തിലും ഒന്ന് കോട്ട് ചെയ്ത് കിട്ടുന്നവരെ ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് ഓൺ ചെയ്തിട്ട് അതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യണം. നമ്മളെ പരിപ്പൊക്കെ നല്ലോണം കുക്ക് ചെയ്തിട്ടുണ്ട്. ഗിവ് മീ 1 സ്പൂൺ. അപ്പോൾ 3 വിസിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇങ്ങനെ ഉടഞ്ഞും പോകാൻ പാടില്ല. പരിപ്പ് നമുക്കിങ്ങനെ കാണാൻ കിട്ടണം. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അല്ല ഒരു ഉടയണം, അത്രയേ ഉള്ളൂ. പരിപ്പ് കണ്ട ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്ത സമയത്ത് പരിപ്പ് നല്ലോണം കണ്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് പരുവാണ് കേട്ടോ. നമുക്ക് ഇത്തിരി പീസസ് ആയിട്ടും കിട്ടും, ഒന്ന് സ്മാഷ് ആയിട്ടില്ല. സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാം. After that, I'm going to add some salt, small quantity of salt. So after adding that tamarind and salt, you have to check that is correct one or not. If it's less, you can add it little small of that thing. But now everything is okay. Salt is enough, and the tamarind also is correct one. നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ഈ ചെറിയ ഉള്ളിയും ഇതൊക്കെ ഇല്ലേ, അത് നമുക്ക് ഈ സാമ്പാറിലോട്ട് ആഡ് ചെയ്യാം. നമുക്കത് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അത് യോജിപ്പിക്കണം. അപ്പം നമ്മുടെ സാമ്പാർ ഇതാ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസി അല്ലേ സാമ്പാർ? കണ്ടോ, അടിപൊളി സാമ്പാർ. ഇത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്യാം. എനിക്കിഷ്ടമാണ് കൊറിയാണ്ടർ ലീഫ്. സോ ഞാൻ കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടും സാമ്പാറിന്. പിന്നെ കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്മെല്ലും കൊറിയാണ്ടർ സ്മെല്ലും ഒക്കെ ആയിട്ട് നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാണ് കേട്ടോ സാമ്പാർ. ഇനി നല്ല ചൂട് ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല ക്രിസ്പി നെയ് റോസ്റ്റ്. നമ്മൾ മുരിഞ്ഞ് കിട്ടട്ടെ, നല്ല ടേസ്റ്റ് ആവും. നല്ല ചൂട് ദോശയും നല്ല ചൂട് സാമ്പാറും അടിപൊളി. ദോശ റെഡി. ഇതാ ഞാൻ വരുന്നത്. ക്രിസ്പി ദോശയാണ്. എങ്ങനെയുണ്ട്? എന്താണ് ഒന്നുകൂടി ആവാനുണ്ടെന്നോ? പക്ഷെ നല്ല അടിപൊളി സാമ്പാർ. 15 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടാട്ടോ ഉള്ളി സാമ്പാർ. നിങ്ങൾക്ക് ഇഷ്ടല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒരു പീസ്. പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഉള്ളി ഒന്ന് ആവാൻ സ്മോൾ ഉള്ളി
അടിപൊളി. ഉണ്ടല്ലോ ബാക്കില്. സിയോന്റെ തലയുണ്ടല്ലോ അവിടെ. അയ്യോ ഓക്കെ. ചിഞ്ചുട്ടി എങ്ങനെയുണ്ട് ദോശ? സാമ്പാർ എങ്ങനെയുണ്ട് നോക്കട്ടെ, അഭിപ്രായം പറയുന്നത്. അടിപൊളി. ആ ചൂടുകൾ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാ. നമ്മള് പിന്നെ അത് ഒന്ന് തണിഞ്ഞിട്ടൊക്കെ പിന്നെയും ചൂടാക്കി കഴിക്കുമ്പോ വേറെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇട്ടില്ല അല്ലേ? അയ്യോ എനിക്കും വേണോ? ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ. ഇതാ കഴിക്കാൻ പോകട്ടെ. ഞാനും മിന്നു ഇനി കഴിക്കുന്നേ. അപ്പൊ ഇവർക്ക് ടൊമാറ്റോ ചട്നിയൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളി എന്ന് വെച്ചാൽ നമ്മൾ മുറിക്കാതൊക്കെ, ചെറിയ ഉള്ളിയല്ലേ, മുറിക്കാതെ ഇടും. അതേപോലെ തന്നെ ഗാർലിക്കും ഞാൻ കട്ടൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് അത് നമ്മൾ വിസിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെടാ? ചൂടോടെ കഴിക്കണം, അപ്പൊ അതാണ് അടിപൊളി ടേസ്റ്റാ. ഞാൻ കഴിക്കട്ടെ. അപ്പൊ ഞാനും മിന്നും ഇത് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് മിന്നോ? നല്ലത്. ഇവർക്കൊക്കെ ചട്നിയും ടൊമാറ്റോ ചട്നിയൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഇന്നിപ്പം എന്താ പറയാ, ഒരു വെറൈറ്റിക്ക് സാമ്പാർ ഉണ്ടാക്കിയതാണ്. അപ്പം കഴിച്ചോണ്ടിരിക്കുക കേട്ടോ ഞാനും മിന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പണിയിലേക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മോരുകറി ആണ് ഇന്ന് വെക്കുന്നത്. പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അടാ ഇത് മക്കൾ അതിൻ്റെ ഇടക്ക് പോയിട്ട് ബ്രൗണി എന്ന് പറഞ്ഞിട്ട് എന്തോന്നും ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. നല്ല കാണാൻ നല്ല അടിപൊളി കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ടേസ്റ്റ് നോക്കുന്ന അടിപൊളി. എന്തൊക്കെയോ സിറപ്പൊക്കെ ഇട്ടിട്ട് ക്യാമറമാൻ വേണം ടേസ്റ്റ് ഒക്കെ പറയണേ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കൊള്ളാം. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയ മൈദ വെച്ചിട്ടാ? പാലില്ല. അതിന് ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. ഫ്രൈ നല്ല അടിപൊളി കേട്ടോ. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ഇപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പല ഷേപ്പിൽ, റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്. ഞാൻ ഫിംഗർ ചിപ്സ് പോലെ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൽമക്കായി ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിതാ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഇതാണ് മെയിൻ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. മക്കൾക്ക് ഇഷ്ടമാണ്. എല്ലാരും കഴിക്കാൻ പോവാണ്. അപ്പൊ വിളമ്പി കഴിച്ചോ, എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ കഴിച്ചോട്ടാ. വിളമ്പി തരണോ? ഓക്കെ. വൈറ്റ് റൈസ് വേണോ? ഓക്കെ. മോര് കറി ഇതാ.
പൊട്ടറ്റോ ഫ്രൈ. ഇനി മോരുകറി വേണ്ടേ? മോരുകറി ഇതാ, മോരുകറി ഇതാ. കല്ലുമക്കായ എടുക്കാൻ പോകുന്നത്. കല്ലുമക്കായ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ട കേട്ടോ. കല്ലുമക്കായി പച്ചു കഴിക്കുന്നില്ല. കഴിച്ചോളൂ. കല്ലുമക്കായിന്റെ ടേസ്റ്റ് ഉണ്ട് നോക്കണേ. കഴിച്ചാ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നമ്മൾ ഈ ചോറും കഴിക്കും. ഞാൻ ഒരു കല്ലുമക്കായ വെക്കാം. ഒരു കുട്ടികൾക്ക് വെക്കാം. സൂപ്പർ. അപ്പൊ എല്ലാവരും ഫിനിഷ് ചെയ്തോ? എല്ലാവരും കഴിച്ചിട്ട് നമുക്കിന്ന് ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതുള്ളൂ. നമുക്ക് വൈകുന്നേരം ഒരു ചെറിയൊരു ഫെയർവെൽ പാർട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇന്നത്തെ ഫുഡിന്റെ കാര്യങ്ങൾ നിർത്താം. അപ്പൊ ഇനി ഞാൻ കഴിക്കുന്ന എന്തൊക്കെയാന്നുള്ളത് കാണിക്കാം. ടൊമാറ്റോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഓംലെറ്റ്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് കല്ലുമക്കായ ഒന്നും വേണ്ട. പിന്നെ കാബേജ് സെയിം. ഇപ്പൊ ഞാൻ കഴിക്കാൻ പോകുന്നോട്ടാ. ഇതാണ് എന്റെ പ്ലേറ്റ്. അപ്പൊ ഞാന് ഓംലെറ്റ് ആണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ. മോര് കറിയും ഓംലെറ്റും ആർക്കാണ് കോമ്പിനേഷൻ ഇഷ്ടം? എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? അങ്ങനെ കഴിക്കട്ടെ. ഓംലെറ്റിൽ ചില ആൾക്കാർക്ക് തക്കാളി ഇഷ്ടമല്ല. തക്കാളി ഇടുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ് വരിക അല്ലേ? തക്കാളി ഇടുമ്പോൾ. പക്ഷേ എനിക്കിഷ്ടാട്ടോ. അങ്ങനെ നമ്മളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഈവനിങ് ടൈം ഇവർക്ക് വയലിൻ സാർ വന്നു. വയലിൻ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. So you can hear that this is not in the book. We are looking for. എല്ലാം എടുത്തോ. Okay, so the rest of the things that you should, except one, you should identify. അങ്ങനെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറാണ് ക്ലാസ്. അപ്പോൾ ഇന്ന് കൂടുതലും എനിക്ക് തോന്നുന്നു തിയറിയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിച്ചത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളുടെ വീഡിയോ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ.